വെൽക്കം ടു സേവ് വിത്ത് എലിസ. വിശേഷം എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും നിറയുന്നത്. അപ്പോൾ വിശേഷങ്ങളുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സൂരജ് ടോം സാറും അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്ററും നായകനുമായിട്ടുള്ള ആനന്ദ് മധുസൂദനനും പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുപുന്ന ബൈചേട്ടനും. ഞങ്ങളുടെ പ്രിയപ്പെട്ടതെന്ന് പറയണമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളുടെ സ്വന്തം ബൈചേട്ടനാണ്. വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയാണ് അപ്പോൾ ഈ പുതിയ വിശേഷങ്ങൾ? എല്ലാരും വിശേഷം തന്നെയാണ് പുതിയ വിശേഷം അല്ലേ? നല്ലൊരു കണ്ടന്റ് ആണ്, അതെല്ലാരും പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ നായകൻ തന്നെ കണ്ടന്റ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നായകൻ തന്നെ അറിയാം കേട്ടോ, നായകൻ തന്നെ കണ്ടന്റ് ആണെന്നല്ലേ? അതെ, പറയാം തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു കാര്യം എഴുതുമ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണല്ലോ ആ ഒരു ചിന്ത അല്ലെ, ഒരു ത്രെഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ത്രെഡ് എപ്പോഴാണ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? അല്ല, ഇത് സ്ട്രൈക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. പല തവണയായിട്ട് ഞാൻ ഇത്തരം ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ട ഇത് വരിക. അതേപോലെ ഈ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിട്ട് എന്റെ അമ്മയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ കൂടി പോകുമ്പോഴാണ് നമ്മള് ഈ സ്ത്രീകളുടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും. ഈ സോക്കോൾഡ് മെനോപ്പസ് എന്താണ്, ഏർലി മെനോപ്പസ് എന്താണ്, എന്തൊക്കെയാണ് മൂഡ് സ്വിങ്സ്, എന്തൊക്കെ സംഭവിക്കാം ഇതുകൊണ്ട്, ഇതൊന്നും നമ്മൾ അറിയില്ല. അപ്പൊ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അതിന്റെ ആഴം മനസ്സിലാവുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്ക് ഇതാവുന്നത്. അപ്പൊ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫെർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞ് നമ്മള് ഒരു ദമ്പതികൾ അവിടെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യും. ഇതിന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഭയങ്കര. ഓരോ ഹോസ്പിറ്റലുകളിലും അവർ കയറി ചെന്നിരുന്നത് നമ്മുടെ പണത്തിനെ പോലെ ഒരു കുഞ്ഞ് അത്ഭുതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്ഭുതം തേടി നടക്കുന്ന ആളുകളാണ് അവര്. അത് ചിലപ്പോ സൊസൈറ്റിയുടെ പ്രഷർ കൊണ്ടായിരിക്കും, ഒക്കെ ആയിരിക്കാം. അതിനെക്കാട്ടും രസമായിട്ട് തോന്നിയിട്ടുള്ളത് ഇത്രയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനത്താണ് ഇത്രയധികം IVF ക്ലിനിക്കുകളുള്ളത്. സത്യം. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഐറണി ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു ഇതുണ്ടല്ലോ സ്വഭാവം. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കഥയിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പം നായകൻ നമ്മുടെ ആനന്ദ് തന്നെ ആവട്ടെ എന്നുള്ളൊരു ചിന്ത ആർക്കാ വന്നത്? സംവിധായകനാണോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്? സൂര്യ സാറാണ് അങ്ങനെ തോന്നിയത്? അതെന്താണ് അങ്ങനെ ഒരു ചിന്ത? നമുക്ക് അല്ലെങ്കിൽ വേറൊരു നായകനിലേക്ക് പോവാം എന്നൊന്നും ചിന്തിക്കാണ്ട് നമ്മളുടെ സ്ക്രിപ്റ്റ് റൈറ്ററിലേക്ക് തന്നെ വരാനുള്ളൊരു വിശേഷം. എന്റെ 4ാമത്തെ സിനിമയാണ്, ഞാൻ ഡയറക്ട് ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സിനിമ 4ാമത്തെ ഒരു സിനിമ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, 3ാമത്തെ സിനിമ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇനി ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും ടോട്ടലി ഒന്ന് വേറിട്ട് നിൽക്കണം, എന്തെങ്കിലും ഒന്നൊരു അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് എന്താണ് നമ്മളുടേതായിട്ടുള്ള ഒരു പുതുമ കൊടുക്കാൻ പറ്റുക? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് വിശേഷം എന്നുള്ള സബ്ജക്ട് വരുന്നതും ആനന്ദ് ഞങ്ങളത് ഡിസ്കസ് ചെയ്യുന്നതും. അപ്പോൾ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര രസമായിട്ടുള്ള ബേസിക് അതിന്റെ മൂലകഥ മുതൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയതാണ്. ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടല്ല സംസാരിക്കുന്നത്, ഓരോ ചർച്ചയിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ പ്ലോട്ട് കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ഇതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ അടുത്ത പടി എന്ത് അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മലയാള സിനിമയുടെ ഒരു സെറ്റപ്പിൽ നമുക്ക് കഥ വരുന്നു, നമുക്കറിയപ്പെടുന്ന 10-20ഓളം ആർട്ടിസ്റ്റുകളെ നമ്മൾ ഓരോരുത്തരായിട്ട് പ്ലേസ് ചെയ്ത് നോക്കും, അവരെ പിച്ച് ചെയ്യാൻ പോകും. ഇതായിരുന്നു പരിപാടി. അപ്പൊ നമുക്ക് ആനന്ദ് കഥ പറയുന്നത്, ശരിക്കും ആനന്ദിനെ കഥ പറയാൻ അറിയില്ല. ആനന്ദ് കഥ നന്നായിട്ട് അവതരിപ്പിക്കും. അതാണ്, ഞാൻ കഥ പറയാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഇങ്ങനെ നമ്മുടെ കണ്ണിൽ നിന്ന് നമുക്ക് മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ നമ്മളെ ലോക്കാക്കി കളയും ആനന്ദ് കഥ പറയുമ്പോൾ. സിനിമ കാണുന്ന ഫീല് കിട്ടും. അപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ചപ്പോ എന്റെ മനസ്സിൽ ഈ ഷിജു ഭക്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആനന്ദിൽ അങ്ങ് പതിഞ്ഞു പോയി എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന മറ്റേ പോയിന്റുമായിട്ട് അത് കണക്ട് ആകും. കാരണം സിനിമയിൽ സംതിങ് എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകൾ ഫ്രഷ് ആവണം. ഇതിനകത്ത് ലീഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരുണ്ട്. ഒപ്പം ഈ ബൈജു ചേട്ടൻ ചെയ്യുന്ന സുഭാഷ് ഭക്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് നിൽക്കുന്ന ക്യാരക്ടറാണ്. അൽത്താഫ് എന്നൊരു കഥാപാത്രം അത് ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇവര് ബ്രദേഴ്സാണ് ആക്ച്വലി. അതിനും ഒരു കൗതുകം വേണം. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ കൗതുകങ്ങളാണ് നമ്മളെ ഇങ്ങനെ ഒന്ന് ഒരു മൊമെന്റിൽ ആനന്ദ് നന്നായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കഥാപാത്രത്തിൽ മറ്റൊരാളെ സ്യൂട്ടാവുന്നില്ല, ഷിജു ഭക്തൻ. അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുന്നില്ല, പിടിച്ചാറോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്.
എന്തായാലും ബൈച്ചേട്ടനെ നമ്മൾ ഒരുപാട് സിനിമയിലൊന്നും കുറേ മുഴുനീള കഥാപാത്രമൊന്നും ബൈച്ചേട്ടനെ കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വന്നിട്ടുള്ളിടത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് പോകുന്ന ബൈച്ചേട്ടനാണ് ഞങ്ങളുടെ ബൈച്ചേട്ടൻ കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. ഇതിന് മുന്നേ ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സ് ആണെങ്കിലും ബൈച്ചേട്ടനെ പറ്റി ഇപ്പം നമ്മുടെ നാട്ടുകാരൊക്കെ ഞങ്ങളുടെ നെടുപിനക്കാരൊക്കെ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടായിരുന്നോ ബൈച്ചേട്ടൻ? കണ്ടില്ലല്ലേ? നമ്മുടെ ഈ മൂവി വന്നു കഴിഞ്ഞപ്പോൾ ഈ കഥാപാത്രത്തെയും ഇതിന് മുന്നേ വന്നിരുന്ന കഥാപാത്രങ്ങളെ പറ്റിയൊക്കെയുള്ള വിശദമായ റൈറ്റപ്പും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ താഴെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഉണ്ട്. ബൈച്ചേട്ടൻ ചെയ്തേക്കുന്ന നല്ല നല്ല ക്യാരക്ടർ. അതിൽ എനിക്ക് ഈ വിശേഷത്തിലെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താണ് ഈ ഒരു കഥ ബൈച്ചേട്ടനിലേക്ക് വന്നപ്പോൾ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിനയമാണ്, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആണ്, അവിടെ ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് നമുക്ക്. എന്തായിരുന്നു അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? മുന്നൊരുക്കമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത് ഇവർ രണ്ടുപേരും, ഡയറക്ടർ സൂരജും ആനന്ദും കൂടിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ സബ്ജക്റ്റ് പറയുന്നതും. അപ്പൊ ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോ ഇതിനകത്ത് ആനന്ദ് ചെയ്യുന്ന ക്യാരക്ടർ പുള്ളിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ആനന്ദിനെ തന്നെയാണ് എൻ്റെ മനസ്സിൽ കണ്ടത്. അപ്പൊ ഞാന് കഥ പറയുന്നുണ്ട്, സുഭാഷ് എൻ്റെ ഇടയിൽ എപ്പോഴും വന്നു പോകുന്നുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് ഞാനാണ്, ഏതോ ഒരു ആരെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ ഓർത്തു. ഒരിക്കലും എനിക്ക് ആ ക്യാരക്ടർ എൻ്റെ കയ്യിൽ എത്തത്തില്ല എന്ന് ഓർത്തു. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ ക്യാരക്ടർ എവിടെയാണ് വരണേന്ന് ഓർത്തു. പിന്നെ ഒരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ വന്നു. അപ്പൊ ചിലപ്പോ ഞാൻ ഓർത്തു അതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഇതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സൂരജും ആനന്ദും കൂടെ ബൈച്ചേട്ടനാണ് ഇതില് ഈ പറഞ്ഞ സുഭാഷ് എന്ന ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറയാം. ഒരുപാട് എന്താ പറയാ, ഒരിക്കലും ഞാൻ അപ്പോഴും ഇത് ഫസ്റ്റ് എന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് അഭിനയിക്കുന്നു, ഫസ്റ്റ് ടേക്ക് ഓക്കെ ആവുന്നു, അപ്പൊ വരെ എനിക്കൊരു ഷുവർട്ടി ഉണ്ടായിരുന്നുള്ളൂ. സിനിമയല്ലേ, ചിലപ്പോൾ പലതരത്തിലും മാറാം. ഒരു സിനിമയെ സംബന്ധിച്ച് എനിക്ക് നേരത്തെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാനതൊരു അത്രയൊന്നും പ്രതീക്ഷ വെച്ചില്ല. ഫസ്റ്റ് ടൈം വരെ മാറിപ്പോയ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ഇതിന് ഫസ്റ്റ് ടേക്ക് ഞാൻ ചെയ്തപ്പോൾ അപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം എനിക്കിത് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആവണം. അന്ന ദിവസം തന്നെ ഇതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഞാനും ആനന്ദും കൂടെ ഉള്ളൊരു സീനുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ച് അത് ഫസ്റ്റ് ടേക്ക് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഇനി സൂര്യ തന്നെ ഇതിൽ നിന്ന് മാറ്റത്തില്ല, എന്തായാലും മാറ്റത്തില്ല എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ എന്താ വെച്ചാ ഈ ക്യാരക്ടർ ഞാനാണ് എന്ന് പറഞ്ഞപ്പോ മുതൽ എൻ്റെ ഉള്ളിൽ ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളിൽ കയറി. എനിക്ക് ചേട്ടനനിയൻ പരിപാടികള് എനിക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഒരുപാട് കണക്ട് ആവുന്ന ഒരു പരിപാടി. എന്നെ യഥാർത്ഥത്തിൽ ചേട്ടനും അനുജനും തമ്മിലുള്ള ഒരു ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ അനുജന് വേണ്ടി അത്രയും ഇഷ്ടമായിട്ട് ജീവിക്കുന്ന ചേട്ടന്മാരോ ഒന്നും ഇല്ല എന്ന്. ഈ സിനിമയെ സംബന്ധിച്ച് 2-3 കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് നന്മയുള്ള സിനിമയാണ്. എന്നെ സംബന്ധിച്ച് ഈ സിനിമയുടെ 19-ാം തീയതി റിലീസ്, എന്റെ മോളുടെ എൻഗേജ്മെന്റ് 21-ാം തീയതി. അപ്പൊ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എന്താ വെച്ചാൽ എല്ലാം അടിപൊളിയായിട്ട് പോകണം എന്നുണ്ടായിരുന്നു. സിനിമ ഒരു തരത്തിലും ഒരാളുടെയും അഭിപ്രായത്തില് ഞാൻ റിവ്യൂസ് നോക്കിയാൽ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഒരാൾ പോലും ഒരു നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഇന്നത്തെ ഒരു സമയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകള് മാക്സിമം പെട്ടെന്ന് ഓഡിയൻസ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. എന്നാലാണ് ആൾക്കാർക്ക് ഒരു ഇതാവുന്നത്, നമുക്ക് കാണാം എന്നുള്ള വെച്ചിട്ടില്ല. അത് സിനിമയെ സ്നേഹിക്കുന്ന ഓഡിയൻസ് ആണ് കേരളത്തിലുള്ളത്. സിനിമയെ നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ 100% ആ സിനിമയെ ആൾക്കാർ സ്വീകരിക്കും. അതുകൊണ്ട് പ്രേക്ഷകർ എത്രയും പെട്ടെന്ന് അത് മാത്രമേ ഒരു റിക്വസ്റ്റ്. ഇപ്പൊ എന്റെ ഭാഗ്യവശാൽ ഈ നടക്കുന്ന ഇന്റർവ്യൂ എന്റെ സാനിയ തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് തിയേറ്ററിൽ ഏകദേശം 80% ആളുണ്ട്. നമുക്ക് 80% ആളുണ്ട്. ഇത് എല്ലാ സ്ഥലങ്ങളും അറിഞ്ഞാണ് ആൾക്കാർ വരുന്നത്. പല ഹിറ്റ് സിനിമകളും അറിഞ്ഞറിഞ്ഞ് തന്നെ വരുമ്പോൾ കളക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത് പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റും. കാരണം തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നമ്മള് ഇത് അതിനുശേഷം ഇങ്ങനെയുള്ള സിനിമകള് ടി-വിയിൽ കാണുമ്പോൾ പറയൂ ഇത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്ത ഒരുപാട് നല്ല സിനിമകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് ഒരു റിസ്ക് എടുത്ത ഒരു ഡയറക്ടർ, ഒരു റിസ്ക് എടുത്ത ഒരു പ്രൊഡ്യൂസറുണ്ട്. കാര്യം ഒന്നൊരു ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആനന്ദാണ്. ആനന്ദ് ഫസ്റ്റ് സിനിമയാണ്. അതുപോലെ തന്നെ പിന്നെ അതേപോലെ വളരെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്, ചിന്ന ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്നത്തെ മലയാള സിനിമയുടെ
ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും ഈ സിനിമയിൽ ഉണ്ട്. ഒരുപാട് രസകരമായ നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സംഗീതം. നല്ല പാട്ടുകളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമുക്കത് പൂർണ്ണമായിട്ട് അതിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന, ഉറപ്പാണ് ഇത് ഈ സിനിമയ്ക്ക് ശേഷവും ആ പാട്ടുകൾ എല്ലാവരും മൂളിക്കൊണ്ട് നടക്കും എന്നുള്ളത്. അതിന്റെ ലിറിക്സ് മ്യൂസിക്കും എല്ലാം ആണല്ലേ, നന്നായിട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ എല്ലാം നന്നായിട്ടുണ്ട്. അതുപോലെ എനിക്കൊരു ഡൗട്ട് തോന്നിയത്, നമ്മൾ ഇതിനകത്ത് വേറെ ഒരു കാസ്റ്റിംഗില് എന്താ പറയാ, അത്ര വലിയ കാസ്റ്റിംഗിലേക്കൊന്നും പോവാനായിട്ട് നിങ്ങൾ തയ്യാറായില്ല. അല്ലാതെയുള്ളൊരു കാസ്റ്റിംഗ് ആണ്. പക്ഷെ അതിന്റെ കണ്ടന്റ് ക്വാളിറ്റി കണ്ടന്റ് ആണ്, നല്ലൊരു കണ്ടന്റ് ആണ്. അപ്പൊ അതെന്താണ്, ഇപ്പം ആനന്ദ് തന്നെ മതി നായകനെന്ന് ചിന്തിക്കുമ്പോഴും വേറെ ഒരു ഇപ്പൊ അൽത്താഫ് ഉണ്ട്, അല്ലെങ്കിൽ വൈശാനുണ്ട്, മാഷുണ്ട്, അല്ലാതെ വേറൊരു കാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചേ ഇല്ല. അതെന്താ അങ്ങനെ ചിന്തിക്കാതിരുന്നത്? നമ്മളിതിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ വീട്ടിലെ കഥയാണ്, നമ്മുടെ വീട്ടിലെ കഥയാണ്, എൻ്റെ വീട്ടിലെ കഥയാണ്, എൽസയുടെ വീട്ടിലെ കഥയാണ്. ഇതാണ് ഈ സിനിമയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ളൊരു നടൻ്റെ മുഖം അവിടെ വന്നാൽ അതിനകത്തൊരു അഭിനയം ഉണ്ട്, അത് സിനിമയായി മാറും. നമുക്കിതൊരു റിയൽ ആവണം ഈ സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമുക്ക് മുൻവിധികളില്ലാത്ത ഒരു നടനത് ചെയ്യണം എന്ന് പറയുമ്പോൾ. ഇപ്പുറത്ത് ചിന്നുവിനെ സംബന്ധിച്ചാണെങ്കിലും ചിന്നുവിന് ആർക്കും വെറുപ്പുള്ളതായിട്ട് നമുക്കറിയില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം പിന്നെ പിന്നെ ഇവരുടെയൊക്കെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്കിടയിലുള്ള ആളുകൾ. ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണ മനുഷ്യരെന്ന് പറയുന്നത് എന്താണ്, ഈവൻ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി കുടവേറുണ്ടാവും, ചിലപ്പോൾ തടി ഉണ്ടാവും, ചിലപ്പോൾ കഷണ്ടി ഉണ്ടാവും. ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ സൗന്ദര്യത്തെ ഒന്നും ഇതിനകത്ത് അനലൈസ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾക്കിടയിലുള്ള ആളെന്ന് തോന്നണം. ഈ സിനിമയുടെ ഇപ്പോൾ ഉള്ള ഏറ്റവും കൂടുതൽ നമുക്ക് കമന്റ്സ് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതിനകത്തെ കാസ്റ്റിംഗ് നന്നായി, ഇവർക്കിടയിലുള്ള കെമിസ്ട്രി വർക്കായി, എല്ലാ കാസ്റ്റിങ്ങും ഇവർ മാത്രമല്ല ഞാൻ പറഞ്ഞ എല്ലാ കാസ്റ്റിങ്ങും പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം കിട്ടുമ്പോൾ ആസ് എ ഡയറക്ടർ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അത് ചെറിയൊരു സീനിലാണെങ്കിലും ഭാനുവേച്ചി സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ ക്യാമിയോ ആയിട്ട് ദിലീഷ് പോസൻ സാർക്ക് പിന്നെ നമ്മൾ ഒരുപാട് ഫിലിമിൽ നമ്മൾ കണ്ടുപോകുന്ന അവരുടെ അഭിനയൊക്കെ. ഭാനുവേച്ചിയൊക്കെ വല്ലപ്പോഴും ആണ് സിനിമകളിൽ കാണുന്നത്, പക്ഷെ നല്ല ആപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അത്, ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. നമുക്ക് കിട്ടിയ കമന്റിൽ ഒരു കമന്റാണ്, സിനിമ ആണെന്ന് തോന്നൂല. നമുക്ക് വലിയൊരു കമന്റ് സ്ത്രീകള്, അതുപോലെ സ്ത്രീകളാണ് കേട്ടോ ഞാനത് പറഞ്ഞ പോലെ സ്ത്രീകൾ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്കത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ്. എനിക്കും അവിടെ ഇരുന്നപ്പോ തോന്നിയത്, നമ്മൾ പലരും കാണുന്നുണ്ട് അവർ IVF പോകുന്നു, അല്ലെങ്കിൽ പിള്ളേരില്ലാത്തൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്നു, അല്ലെങ്കിൽ അവരവിടെ എന്താണ് ഫേസ് ചെയ്യുന്നതെന്നുള്ളത് ഇതിലൂടെയാണ് മനസ്സിലായത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ച കാര്യങ്ങള് പല തിയേറ്ററിലും പൊട്ടിക്കരച്ചിലൊക്കെ, ചില സ്ത്രീകളൊക്കെ ഞങ്ങൾ ഈ വിസിറ്റിന് പോകുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കരയാണ്. തിയേറ്ററിൽ പോയിട്ട് ദിവസം ഇങ്ങനെ കേറുവാണ്, തിയേറ്ററിലൊക്കെ ഷോ കഴിയുന്നതോടുകൂടി നമ്മൾ കേറി ഉടനെ നമ്മൾ കാണുന്നത്, നമ്മളെ കണ്ട ഉടനെ ഒരു അമ്മ കൈ കൂപ്പി നിന്ന് കരഞ്ഞിട്ട് അവരുടെ മകളെ കുഞ്ഞു മോള അവളെ കാണിച്ചു തന്നിട്ട് പറയാണ്, ഇതാണ് ഞങ്ങളുടെ അത്ഭുതം. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അതൊന്നും നമ്മള് മറക്കുന്നു തോന്നില്ല, അത്തരം മുഹൂർത്തങ്ങളാണ് ഈ സിനിമ നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴേക്കും ഈ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയത്, അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞല്ലോ. ഇതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഒരു സൈക്കോളജിക്കൽ ടച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. നമ്മളുടെ മനസ്സിലെല്ലാം ഒരു ചില കെട്ടുപാടുകൾ ഉണ്ടാവും, ചില മുറിവുകൾ ഉണ്ടാവും. അതിനോടൊക്കെയുള്ള ഒരു ഫൊർഗീവ്നെസ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പൊട്ടിച്ചെറിയലുകളൊക്കെ നമ്മളെ ഒന്നുകൂടെ ഫ്രീ ആക്കുമ്പോഴാണ് നമ്മളുടെ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അതിനൊരു ചിന്ത വന്നിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ ഈ സിനിമ എഴുതുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടായിരുന്ന ആഗ്രഹം, ഇതൊരിക്കലും ഒരു എന്താ പറയുക സങ്കടം നിറഞ്ഞ സിനിമ ആവരുത് എന്നുള്ളതാണ്. ഇതിന്റെ ഇമോഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഈ തിയേറ്ററിൽ ഒരു ഇമോഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തിന്റെയും ചില മുറിവുകൾ ഉണങ്ങുന്നതിന്റെയും ഇവിടെ പാർവതി ചേച്ചി പറഞ്ഞ പോലെ ഒരു ഹീലിംഗ് എഫക്റ്റ് കൊടുക്കുന്ന സിനിമ എന്നാ പറഞ്ഞത് മാലാപാർവതി. അപ്പൊ അതൊരു കാരണം മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുള്ള ഇത്, നമ്മള് നല്ലത് വരും എന്നും നമുക്ക് ചുറ്റും നല്ലതാണ് നടക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിയുകയും ആ നല്ലതിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്നായി മാറും എന്ന് പറയുന്ന
ഒരു കോൺസെപ്റ്റില് സൈക്കോളജിക്കലി അത് തന്നെയാണ് വർക്ക് ചെയ്തത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമുക്കത് ഫീൽ ചെയ്തു. ഒരു പക്ഷേ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഫൊർഗീവ്നെസിന്റെ അത്ഭുതങ്ങളെ കുറിച്ചോ ഒന്നും അറിയില്ലാത്തവർക്ക് ഇതൊക്കെ ഒന്ന് കേറും, എന്തോ ഇത് ഇങ്ങനെയാണോ എന്നുള്ളൊരു ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാവുന്നതായിട്ട് കണ്ടു. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഈ IAS-ന്റെ ഒക്കെ എഴുതുന്ന ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ കണ്ടിട്ട് അയച്ചത്, ഇത് കണ്ടു കഴിഞ്ഞപ്പോ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഞാൻ മാറിയതായി ഒരു പരിണാമം സംഭവിച്ചതായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മളുടെ സിനിമകൾ കൊണ്ട് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണല്ലേ. അതുപോലെ അതെന്റെ ഒരു പേഴ്സണൽ ഡൗട്ടാണ്, നമ്മുടെ അൽത്താഫ് സലിമിന്റെ ഡയലോഗ്സ് ഉണ്ടല്ലോ, ആളിങ്ങനെ ചുമ്മാ നടക്കുമ്പോഴൊക്കെ നമ്മൾ സാധാരണക്കാർ ഇങ്ങനെ പറയുന്ന പോലത്തെ ഡയലോഗ്സ് ആണ് ആള് പറയുന്നത്. ആൾക്ക് സത്യത്തിൽ ഡയലോഗ് എഴുതി കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആണോ പറഞ്ഞു കൊടുക്കുക? നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചൊക്കെ നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ഫ്രീഡത്തിന് ചില കാര്യങ്ങൾക്ക് വിടാറുണ്ട്. കാരണം ഇപ്പൊ ഈവൻ ഇന്നതും ഇങ്ങനെ ചൂരൽവടി പിടിച്ചോണ്ടിരിക്കുന്ന പോലെ അല്ല നമ്മള് സെറ്റിൽ ബിഹേവ് ചെയ്യുക. നമ്മൾ ബേസിക്കലി നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാവും, സ്ട്രക്ചർ ഉണ്ടാവും, അൺവാണ്ടഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ വന്നാൽ അത് നമുക്ക് വേണ്ട, അത് മാറ്റാം, മറ്റേതൊക്കെ അത് കൊള്ളാം. ഈ ഒരു പരിപാടി നമ്മൾ എപ്പോഴും പിടിക്കാറുണ്ട്. അതിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബൈചേട്ടനൊക്കെ. കാരണം ഇംപ്രവൈസേഷൻ എന്ന് പറയുന്ന സാധനം പറഞ്ഞവർ, കാരണം അത് അത്രത്തോളം അവർ ക്യാരക്ടറിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണ്. അത് നമ്മൾ നല്ലതെടുക്കാറുണ്ട്. നമ്മളുടെ ഫ്രെയിമിന് പുറത്തേക്ക് പോകുമെന്ന് തോന്നുന്ന കാര്യത്തെ അടുത്ത പുറത്തെടുക്കാം. ചേട്ടാ, എനിക്ക് അതിനകത്ത് ഈ അനുജന് താഴെ അളിയനൊക്കെ ഉപദേശിച്ച് മേളിലോട്ട് കയറ്റി വിടും. മേളി അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് പാവം അപ്പൊ ഈ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത് അനിയനെ അങ്ങനെ സാരിലിടാന്ന് പറഞ്ഞ് തോളെ തട്ടി വിടാൻ പോവായിരിക്കും. അത് കിടുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷനും നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഷൂട്ട് ചെയ്യുമ്പോ ഞങ്ങള് ഭയങ്കര രസമായിട്ട് ആസ്വദിച്ച് ചെയ്ത കാര്യമാണല്ലേ സീനായിരുന്നു. കാരണം അതിന്റെ സൂര്യേട്ടൻ ഫ്രെയിമുകളിലൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. ഞാനും വൈചേട്ടനും കൂടി നിൽക്കുമ്പോ ഒന്നത് ഭയങ്കര ഹ്യൂമറുള്ള സീനാണ്. ഫ്രെയിമുകൾക്ക് ഭയങ്കര എല്ലാരും ആസ്വദിച്ച് രാത്രി ചെയ്തൊരു സീൻ. കുറെ മൂവ്മെന്റ് ഷോട്ട്സ് ഉണ്ട്, എന്നിട്ട് നിന്ന് കൊറിയോഗ്രാഫി ഉണ്ട്. അതിനകത്തൊക്കെ കൊറിയോഗ്രാഫി ഉണ്ട്. കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഡാൻസ് മാത്രമല്ല, സീൻ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു രസമുണ്ട്. ഒരു പരിപാടിയായിരുന്നു. ചെറിയ ഇന്ന സ്ഥലത്ത് നടന്നു വന്ന് ഇവിടെ വന്ന് നിന്ന് ആ നിൽക്കുന്നതിനുള്ള ഇപ്പൊ അതിനകത്ത് ഭയങ്കര രസമുള്ള മൊമെന്റ് ഉണ്ട്. ഒരു പൂ പറിച്ചിട്ട് കയ്യിലിങ്ങനെ നിൽക്കുന്നതായിരുന്നു. അല്ല, അതാണ് നമ്മളത് ഓർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ വിട്ട് മറന്നു പോകും ചിലപ്പോ. അതെ, ആ ഒരു എലമെന്റ് ചിലപ്പോൾ മനസ്സിൽ കിടക്കും. അതാണ് നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യം. അതാണ് മറ്റു അല്ല, ഈ സിനിമയെ സംബന്ധിച്ച് ഞങ്ങള് ഇതൊരു ശരിക്കും റിയൽ ഒരു കുടുംബമായിട്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു ഫീലിൽ നിന്ന് നമ്മൾ വിട്ടുപോയിട്ടില്ല. കാര്യം ഇപ്പോഴും അനുജൻ, അമ്മ, ആ ഒരു ഇത് ചില സിനിമകൾ നമ്മൾ അടുത്ത സിനിമയിലായിട്ട് കയറിയാൽ പോലും നമ്മള് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇത് ശരിക്കും നേരത്തെ എലീസ പറഞ്ഞില്ലേ, ഇത് തിയേറ്ററിൽ കണ്ടിരിക്കുമ്പോ ഇത് സിനിമയാണെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതാണ് ഇന്ന് ആവശ്യം. ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്ന ഈ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ നമ്മുടെ അത്രയും ടെൻഷൻ മാറ്റി മൊബൈൽ നോക്കാണ്ടിരിക്കും. ഇന്നത്തെ ഞാൻ പല സിനിമകളും കണ്ടിട്ട് 2 സീൻ കഴിഞ്ഞാൽ മൊബൈലിൽ പണിയുന്നു. ഈ സിനിമയെ സംബന്ധിച്ച് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പറ്റില്ലെങ്കിൽ കുറച്ച് തിയേറ്ററിലൊക്കെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വന്ന് നമ്മുടെ തിയേറ്ററിൽ കയറുമ്പോൾ പോലും മൊബൈലില്ല, ആൾക്കാർ ഇരുന്ന് എങ്ങനെ ഇരിക്കുന്നുണ്ട്, അത് അവരത്ര ഇൻവോൾവ് ആകുന്നു എന്നുള്ള അത് ഈ സിനിമയുടെ വലിയ വിജയമാണ്. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മള് ഇതിനകത്തെ കാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതുപോലെ നമ്മുടെ മാലാ പാർവതി മാമിന്റെ ഡോക്ടർ ക്യാരക്ടർ ഏതൊക്കെയോ ഹോസ്പിറ്റലിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കണ തനി ഒരു ഡോക്ടറിന്റെ ആ ഒരു മാനറിസവും ആ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. ജാടയും ആ ഒരു സ്റ്റൈലും നന്നായിട്ടുണ്ടത്. മലയാള സിനിമയിലെ ഹോൾസെയിൽ ആയിട്ടുള്ള ഡോക്ടറാണ് ചേച്ചി അഭിനയിച്ച് അങ്ങനെ ആയി. ചേച്ചി ഇതൊരിക്കലും ചെയ്യാത്ത തരത്തിലുള്ളൊരു ന്യൂ ആണ്. അതെ. അത് മാത്രല്ല, നമ്മുടെ കുഞ്ഞിഷ്ടം മാഷിന്റെ അച്ഛൻ ക്യാരക്ടർ ഭയങ്കര ടച്ചിങ് ആയിരുന്നു കേട്ടോ. നല്ല ടച്ചിങ് ആയിരുന്നു. അതുപോലെ നിങ്ങളുടെ ഓരോ മൊമെന്റ്സും അതിനകത്ത് വന്നേക്കുന്ന ആ ഒരു ഇമോഷണൽ ആവുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു നല്ലൊരു തോട്ടോട് കൂടിയിട്ടുള്ള നല്ല ഒരു കണ്ടന്റ് നല്ല രീതിയിൽ അത് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് വിജയം ഉണ്ടാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഓഡിയൻസ് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള സിനിമകൾ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഭാഗ്യം എന്ന് കരുതുന്നത് എൻ്റെ തിയേറ്ററിൽ ഇന്റർവ്യൂ സംസാരിക്കാനും അതുപോലെ ഓഡിയൻസിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരോടും CV തെലീസിലെ കുറെ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. അതുപോലെ എനിക്കറിയാം അത്രയും അങ്ങനെ ഒരു റിലേഷൻഷിപ്പും അപ്പൊ അതുകൊണ്ടാണ് എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസ് ആണെന്ന് വന്നിരിക്കുന്നത്, എന്താണ് ഇവര് പറയുന്നത് എന്നുള്ള ഒരു സാധനം ഇത് വൈൻഡപ്പ് ചെയ്ത് വ്യത്യസ്തമായിക്കോട്ടെ അല്ലേ? ആ ഭക്തൻ എന്നുള്ള പേര് അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഭക്തൻ എന്നുള്ള പേരെന്താ വരാൻ കാര്യം? നമ്മുടെ അതല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. നമുക്ക് സുജിത് ഭക്തൻ ഉണ്ടല്ലോ, ആണല്ലേ? ഭയങ്കര ഒരു ഇതല്ലേ. ആ നല്ല പാട്ടാണ്. ഓ ഞാൻ ഇതൊന്നും അവിടെ